ഹായ് ഗായ്സ്, നമുക്കിന്ന് പോളറോയിഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി വേണ്ടത് നമുക്ക് ആദ്യം ടെംപ്ലേറ്റ് വേണം പോളറോയിഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ടെംപ്ലേറ്റ് ഉള്ള ഫോൾഡറിലെടുത്ത് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ വിത്ത് കോർ. ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അപ്പോൾ അത് ഓക്കെ കൊടുക്കുക. ഇതാണ് നമ്മളെ പോളറോയിഡ്സിൻ്റെ ടെംപ്ലേറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിതിൽ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫോട്ടോസ് വേണം. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫോട്ടോസ് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. ഡ്രാഗ് ചെയ്ത് നമ്മൾ കോറലിലോട്ട് ആഡ് ചെയ്താൽ മതി. നമ്മൾ ഫോട്ടോസൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി വെക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് മാറ്റി വെക്കുക. അടുത്തതായി നമുക്ക് ഈ ഫോട്ടോസ് നമ്മൾ ആഡ് ചെയ്യണം. അതായത് നമ്മളെ ടെംപ്ലേറ്റിലോട്ട് ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പവർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുക. അതിനുശേഷം ഫിൽ ഫ്രെയിം പ്രൊപ്പോർഷണലി പറഞ്ഞ ഓപ്ഷൻ ഞെക്കിയിട്ട് നമ്മളത് ഫില്ല് ചെയ്യുക. നമ്മൾ ആ ടെംപ്ലേറ്റിലേക്ക് നമ്മുടെ ഫോട്ടോ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം നമ്മൾ ഫോട്ടോസാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോസ് അതല്ല അതിൻ്റെ സബ്ജക്റ്റ് സെൻറ്ററിൽ വരുന്ന വിധത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഇതേപോലെ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്യാം. ഷിഫ്റ്റ് കീയും കൂടി പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് ഒരേപോലെ നമുക്ക് ഫോട്ടോസ് നമുക്ക് ഇത് കൂട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ നല്ലപോലെ നോക്കി അത് ഫിറ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ എല്ലാ ഫോട്ടോസും ചെയ്യുക. ഓരോന്നും എടുത്ത് പിന്നെ നമുക്കിതിൽ വരുന്നൊരു ചെറിയ ടാസ്ക് എന്ന് വെച്ചാൽ ഇതുപോലുള്ള ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് വരുമ്പോൾ നമുക്കിതിൽ ആഡ് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പോളറോയിഡ്സിൻ്റെ ടെംപ്ലേറ്റിൻ്റെ ഫ്രെയിം റേഷ്യോ കറക്റ്റായോ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ ലാൻഡ്സ്കേപ്പായിട്ടുള്ള ഫോട്ടോസ് അവോയ്ഡ് ചെയ്യുക. നമ്മളിതേപോലെ ഓരോന്നും സെലക്ട് ചെയ്യുക, പവർ ക്ലിക്ക് ചെയ്ത് എല്ലാം നമ്മൾ ടെംപ്ലേറ്റിലേക്ക് ആഡ് ചെയ്യുക. മാക്സിമം സബ്ജക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ എല്ലാം ആഡ് ചെയ്യുക. ഇനി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഔട്ട്ലൈനിൻ്റെ ആവശ്യമില്ല. നമുക്ക് പ്രിൻ്റ് വിടുമ്പോൾ ഈ ഔട്ട്ലൈനിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഔട്ട്ലൈൻ കളയണം. അപ്പോൾ ആദ്യം നമ്മളൊന്ന് അൺഗ്രൂപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ Ctrl+U ഞെക്കിയാൽ അൺഗ്രൂപ്പ് ആവുന്നതായിരിക്കും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഔട്ട്ലൈൻ മാത്രം സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മളെ റൈറ്റ് സൈഡിലൊരു ഓപ്ഷൻ ഉണ്ട് നൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഓപ്ഷൻ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ നമ്മുടെ ഔട്ട്ലൈൻ റിമൂവ് ആവുന്നതായിരിക്കും. ഓരോന്ന് ഇതേപോലെ സെലക്ട് ചെയ്യൽ കുറച്ച് സമയം പോകുന്നൊരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, Ctrl+F ഞെക്കിയാൽ ഫൈൻഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഞെക്കി ഫിനിഷ് കൊടുക്കുക. എന്നിട്ട് ഫൈൻഡ് ഓൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം ഇതുപോലെ എല്ലാം ഫൈൻഡ് ആവുന്നത്. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിലുള്ള നണ്ണിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതേപോലെ എല്ലാം കളയുക. അപ്പോൾ നമ്മുടെ പോളറോയിഡ്സിൻ്റെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെന്ത് ചെയ്യണം, എക്സ്പോർട്ട് ചെയ്യണം. നമുക്ക് PDF ആയിട്ട് ഫയലോട്ട് സേവ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ പ്രിൻറ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇന്ന് നോക്കി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.